വാലിബൻ വീണു. കേരള ഓപ്പണിംഗ് കളക്ഷൻ ടർബോ നേടിയത് ഞെട്ടിക്കുന്ന തുക. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൈക്കൺ അമർത്തുക. അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്യുക, എല്ലാവർക്കും പറ്റാവുന്ന പോലെ കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മമ്മൂട്ടി നായകനായ ടർബോ നേടിയ കളക്ഷൻ്റെ കണക്കുകൾ പുറത്ത്. മമ്മൂട്ടിയുടെ ടർബോയ്ക്ക് വമ്പൻ ഓപ്പണിംഗ്. കേരളത്തിൽ റെക്കോർഡ് ഓപ്പണിംഗ് കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത്. 2024 കേരളത്തിൽ നിന്നുള്ള റിലീസ് കളക്ഷനിൽ ടർബോ ഒന്നാമതായിരിക്കുകയാണ്. മലയക്കോട്ടെ വാലിബനെ വീഴ്ത്തി 6 കോടി രൂപയിലധികം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ടർബോ. മമ്മൂട്ടി നായകനായ ടർബോയുടെ ആഗോള കളക്ഷനിലും കുതിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷ. മോഹൻലാലിൻ്റെ മലയക്കോട്ടെ വാലിബൻ 5,85,00,000 രൂപയുമായി റിലീസ് കേരളത്തിൽ 2ാം സ്ഥാനത്തെത്തി. പൃഥ്വിരാജ് നായകനായ ആടുജീവിതം 5,83,00,000 നേടിയിരിക്കുന്നത്. കേരളത്തിൽ 3ാം സ്ഥാനത്താണ് ഉള്ളത്. കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന സംവിധാനം വൈശാഖാണ് നിർവഹിച്ചിരിക്കുന്നത്. ജോസ് എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ മമ്മൂട്ടി എത്തുമ്പോൾ മറ്റ് സുപ്രധാന വേഷങ്ങളിൽ കന്നഡയിലെ രാജ്ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ഉള്ളത്. ആക്ഷന് ഏറെ പ്രാധാന്യം നൽകിയാണ് മമ്മൂട്ടിയുടെ ചിത്രം ഒരുക്കുന്നത്. വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നിർമ്മാണം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ്. ക്രിസ്റ്റോ സേവിയറാണ് പശ്ചാത്തല സംഗീതം. 200 കിമി സ്പീഡ് ചേസിംഗ് വരെ ചിത്രീകരിക്കാൻ സാധിക്കുന്ന ഹോളിവുഡിലെ ചേസിംഗ് സീനുകൾ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെൻറ്റിന് അനുയോജ്യമായ പർസ്യൂട്ട് ക്യാമറയാണ് ടർബോയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ്. ഛായാഗ്രഹണം വിഷ്ണു ശർമ്മ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ, പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവൽ, ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ്, പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ, ഡിസൈൻ മെൽവി ജെ ആൻഡ് അഭിജിത്ത്, മേക്കപ്പ് റഷീദ് അഹമ്മദ്, ജോർജ് സെബാസ്റ്റ്യൻ, കോ-ഡയറക്ടർ ഷാജി പാടൂർ, കോസ്റ്റ്യൂം ആക്ഷൻ ഡയറക്ടർ ഡ്രോണിക്സ് പ്രഭു, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് ബാലകൃഷ്ണൻ, പബ്ലിസിറ്റി ഡിസൈൻസ് ഡൂത്ത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ, PRO ശബരീഷ് എന്നിവരാണ് നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, കമൻറ്റും ചെയ്യുക.